ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ മിലു കിച്ചണിൽ അമ്മ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറുപയറുടെ ഇലയും കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അമ്മ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അമ്മ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചെറുപയർ മുളപ്പിച്ച ഇല കൊണ്ടുള്ള ഒരു തോരനാണ്. അത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഞാൻ ചെറുപയർ എടുത്ത് മുളപ്പിച്ചെടുത്തതാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. ചെറുപയർ നമ്മൾ ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാനത് ഊറ്റിയെടുത്തിട്ട് ഒരു ഓവർനൈറ്റ് ഞാനൊരു നനഞ്ഞ തുണിയിൽ ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചു. അത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് നന്നായിട്ട് മുള പൊട്ടി വന്നു. എന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രങ്ങൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഒരു 3-4 ലെയർ ടിഷ്യൂ ഇട്ട് കൊടുത്തു. നന്നായിട്ട് അതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ മുളപ്പിച്ചെടുത്ത ചെറുപയർ ഈ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് ഞാൻ വിതറി കൊടുത്തു. എന്നിട്ട് ഞാനിത് ഒരു സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചു. എന്നിട്ട് ഞാൻ 3 നേരം ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ചെറുപയർ നന്നായിട്ട് വളർന്ന ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇലയൊന്നും കിട്ടുന്നില്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. വലിയ ജോലിയൊന്നുമില്ല. ഈ വെള്ളം 3 നേരം ഒഴിക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തേ കൊടുക്കാവുള്ളൂ. അങ്ങനെ ഞാനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറുപയർ ഇലയൊക്കെ ആയി വന്നിട്ടുള്ളതാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടൂടെ ചേർത്ത് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണിത്. ഇതിൻ്റെ തണ്ടും എല്ലാം ഇത് നല്ല ഹെൽത്തിയാണ്. അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഇതിൽ ചെറുതായിട്ട് പൊടികളൊക്കെ കാണും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വരണം. എന്നിട്ട് നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ നമ്മളിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് ഇതുപോലെ നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു തേങ്ങയുടെ പകുതി തേങ്ങ, ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ച് നമുക്ക് എടുക്കാനുള്ളതാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഒരു അല്ലി വെളുത്തുള്ളി, ഇതൊരു വലിയ വെളുത്തുള്ളിയാണ്. ഒരല്ലി വെളുത്തുള്ളി നമുക്ക് ചതയ്ക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഞാൻ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വാടി വന്നാൽ മതി. ഒന്ന് വാടി വരണം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറിൻ്റെ ഇല നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇത് നല്ല ഒരു ടേസ്റ്റാണ്. ഇത് ഈ തോരന് നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണിത്. പെട്ടെന്ന് നമുക്ക് വീട്ടിലെ തോരനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഇലയുണ്ടെങ്കിൽ ഇത് പറിച്ച് നമുക്ക് ഇതുപോലെ അരിഞ്ഞ് നന്നായിട്ട് തോരൻ വെച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ തീ കുറച്ചിട്ട് ആവിയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതിന് വലിയ വേവൊന്നും ഇല്ലാത്ത ഇലയാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ തോരനൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അവരവരുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ നന്നായിട്ട് വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെറുപയറിൻ്റെ ഇല വെച്ചുള്ള തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മിക്ക സ്ഥലത്ത് നമുക്ക് പുറത്ത് പോയി ഇലകളൊന്നും വാങ്ങിച്ച് തോരൻ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വെറും ഒരാഴ്ച കൊണ്ട്, മാക്സിമം ഒരാഴ്ച കൊണ്ട് തന്നെ ഇലകളൊക്കെ വളർത്തിയെടുത്ത് നമുക്കിതുപോലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.